സോ നെക്സ്റ്റ് നമുക്കൊരു സബ് റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ആ സബ് റൊട്ടീനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, നമുക്ക് ഒരു ഈ റെക്കോർഡ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഡിവൈസിൽ നമ്മൾ റീഡ് ചെയ്ത ഡേറ്റ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബഫറിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ദെൻ ആ റെക്കോർഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ആ റെക്കോർഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 to 100 വരെയാണ് അതിൻ്റെ സൈസ് വേരി ചെയ്യുന്നത്. അതായത് മാക്സിമം ആക്ച്വലി 1 മുതൽ 100 വരെ ബൈറ്റ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് ആ ഒരു റെക്കോർഡിന്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അറേ വിത്ത് സൈസ് 100. ഓക്കെ, ദ എൻഡ് ഓഫ് ദ റെക്കോർഡ് ഈസ് മാർക്ക്ഡ് വിത്ത് നൾ. അതായത് ആക്ച്വലി ഇവിടെ ഒരു ക്യാരക്ടർ ഡേറ്റ ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നൾ വാല്യൂ വെച്ചിട്ടാണ്. ഒന്നുമില്ല, നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്ത ഇൻപുട്ട് ക്യാരക്ടർ 0 ആണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മീൻ, 00 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 വാല്യൂ ആണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് മീൻ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു റെക്കോർഡ് എൻഡായി എന്നാണ്. ഓക്കെ, ഇനി ആ സബ് റൊട്ടീന് വേണ്ട ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ, ആ സബ് റൊട്ടീൻ ഒരു ഡേറ്റയും കൂടെ പ്രൊവൈഡ് ചെയ്യണം. എന്താണ്, റെക്കോർഡിന് എത്ര ലെങ്ത് ഉണ്ടെന്നുള്ളത്. അതായത് നമ്മൾ എത്ര ക്യാരക്ടേഴ്സിനെ നമ്മൾ റീഡ് ചെയ്തു എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സബ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഒരു റെക്കോർഡ് ഒരു ഡിവൈസിൽ നിന്ന് അതിലുള്ള ഡേറ്റ റീഡ് ചെയ്യണം, എന്നിട്ട് അതൊരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആ ബഫറിൻ്റെ അകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കൗണ്ടും കൂടെ പറഞ്ഞു കൊടുക്കണം. അതാണ് നമ്മൾ ലെങ്ത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ക്യാരക്ടേഴ്സ് റീഡ് ചെയ്തു എന്നുള്ള കൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബഫറിനെ എങ്ങനെ അനലൈസ് ചെയ്താൽ മതി. ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്ത സമയത്ത് ബഫറിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും, ഫസ്റ്റ് ഇൻഡെക്സ് വരും അല്ലേ. അതായത് ബഫറിൻ്റെ ഈ ഒരു ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ എത്ര ലൊക്കേഷൻസ് ഫില്ലായി എന്ന് നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എത്ര ക്യാരക്ടേഴ്സിനെ അത് റീഡ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളതിൻ്റെ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ് വാല്യൂ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ദ ബഫർ നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, strlen കൊടുക്കില്ലേ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മാക്സിമം ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് എക്സിൻ്റെ ഏത് വാല്യൂലാണെന്ന് നോക്കുക. ആ വാല്യൂ നമുക്ക് പറഞ്ഞു തരും ഹൗ മെനി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഹൗ മെനി എലമെൻറ്റ്സ് ആർ ദെയർ ഇൻ ദ ബഫർ. നമ്മുടെ ബഫറിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതിൻ്റെ കൗണ്ട് ആര് പറഞ്ഞു തരും, എക്സ് എന്നുള്ള നമ്മുടെ ഇൻഡെക്സിൻ്റെ വാല്യൂ, നമ്മുടെ ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് പറഞ്ഞു തരും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ ഇങ്ങനത്തുള്ള അതായത് ഒരു ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ എഴുതുന്ന സമയത്ത് സബ് റൊട്ടീൻ ചേർത്ത് തന്നെ എഴുതുക. സോ നമ്മൾ ജംപ് ടു സബ് റൊട്ടീൻ്റെ പേരെന്താണ്, RDREC. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത് റീഡ് റെക്കോർഡ് ആയതുകൊണ്ട്, ഒരു റെക്കോർഡിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ് റൊട്ടീൻ ആയതുകൊണ്ടാണ് അതിനെ എങ്ങനെ കൊടുത്തേക്കുന്നത്, RDREC എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈനിൽ എഴുതാം, താഴെ എഴുതാം. സ്ട്രെയിറ്റ് ലൈനിൽ എഴുതുന്നതാണ് വൃത്തി. ഓക്കെ, താഴെയായി പോയിന്നേ ഉള്ളൂ എഴുതി വന്നപ്പം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ്, നേരെ വി ആർ മൂവിങ് ഇൻ ടു ദിസ് സബ് റൊട്ടീൻ. സോ RDRECയിൽ നടക്കുന്ന കാര്യം എന്താണ്, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇൻഡെക്സിനെ സെറ്റ് ചെയ്യും. ഇൻഡെക്സിനെ സെറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ്, 0. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്. നമുക്കൊരു ഇൻപുട്ട് ഡിവൈസ് വേണം, ഒരു അറേ വേണം, അതേപോലെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും നമുക്ക് വേണം അല്ലേ. കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, ലെങ്ത്തും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു വേരിയബിൾസിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ നമ്മുടെ കയ്യിലൊരു അറേ ഉണ്ട്, ആ അറേയുടെ പേരാണ് ബഫർ. ഓക്കെ, ഈ അറേയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂസിനെ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ റീഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഒരു അറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അറേക്ക് എന്ത് കാണും, ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും കാണും, ഒരു എൻഡിങ് ഇൻഡെക്സും കാണും. സോ അറേയുടെ ബിഗിനിങ് പോയിന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് 0 എന്നുള്ള ഇൻഡെക്സ്. അതിൻ്റെ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. അതൊരു നമ്പറാണ്, അതുകൊണ്ട് നമ്മൾ വേർഡിൽ കൊടുത്തു. ഇനി അറേയുടെ ഫൈനൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറേയുടെ സൈസ് എവിടം വരെ പോകാമെന്ന് പറഞ്ഞു, 100 വരെ പോകാമെന്ന് പറഞ്ഞു. സോ K100 എന്നാണ് നമ്മുടെ മാക്സിമം ലിമിറ്റായിട്ട് നമ്മൾ പറയുന്നത്. അതൊരു ഇൻറ്റീജറാണ്. സോ അതിനെ നമ്മൾ വേർഡായിട്ട് കൊടുത്തു. അതിന് സൈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്തു, 100 കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളുടെ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഡേറ്റ വാല്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തിൻ്റെ റെക്കോർഡിൻ്റെ എൻഡിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, നൾ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. നൾ ക്യാരക്ടർ ഇൻ ദ സെൻസ് സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ എന്തുവാണോ നോക്കണം, 0 ആണോ നോക്കണം. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് മീൻ, നമ്മൾ റെക്കോർഡിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ റീഡ് ചെയ്യുന്ന ഡിവൈസിൻ്റെ ലാസ്റ്റിലത്തെ ഇൻഫർമേഷൻ നമ്മൾ എടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ യൂസ് ചെയ്തു, ദാറ്റ് ഇസ് നൾ. അതിന് നമ്മൾ 00 ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. സോ ആസ്കി വാല്യൂ എന്ന് പറയുമ്പോഴേക്കും അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. സോ നമ്മളതിനെ എന്തായിട്ട് സ്റ്റോർ ചെയ്യും, വേർഡായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്, 0. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ഒരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ആ ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ സെറ്റ് ചെയ്തു. ആ ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, INDEV എന്ന് വിളിക്കും.
അതിനകത്ത് സ്റ്റോർ ചെയ്തേക്കുന്ന എന്താണ്? ഫുൾ ഓൺ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ഫുൾ ഓൺ ക്യാരക്ടേഴ്സ് ആണ്. ഇനി നമ്മൾ ആ ഇൻപുട്ട് ഡിവൈസിനെ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പേര്, ഒരു നമ്പർ കാണും. ആ ഒരു നമ്പറാണ് F1 എന്ന് പറയുന്നത് ആണല്ലോ. അതൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? എക്സ് കോമ ആ ഒരു ഡിവൈസിൻ്റെ പേര് F1 ആണെങ്കിൽ F1 എന്ന് പറഞ്ഞു കൊടുത്തു. കുഴപ്പമില്ലല്ലോ. സോ ഇൻപുട്ട് ഡിവൈസ് ബൈറ്റ് എക്സ് കോമ F1. ഓക്കെ ആണോ? സോ ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾസ്. കുഴപ്പമില്ലല്ലോ. അറേ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടിംഗ് ഇൻഡെക്സും എൻഡിങ് ഇൻഡെക്സും നമ്മളുടെ റെക്കോർഡിൻ്റെ കംപ്ലീഷനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ നൾ വാല്യൂവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിളാണ് നൾ എന്ന് പറയുന്നത്. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഈ ഒരു റെക്കോർഡിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എത്ര ക്യാരക്ടേഴ്സ് ടോട്ടൽ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് ലെങ്ത്. അതൊരു ഇൻറ്റീജർ ആയിരിക്കും. സോ നമുക്കത് സെറ്റായി വരുന്ന വാല്യൂ ആണ്. സോ അതിന് നമുക്ക് ഒരിക്കലും ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു അറേ ആയിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്തു. ഒരു നമ്പറിനെ സേവ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ വാങ്ങി വെച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? റിസർവ് വേർഡ് ഓഫ് 1. കുഴപ്പമില്ലല്ലോ. അപ്പോൾ വേരിയബിൾസ് എല്ലാം ഫെംബൈസ് ആയെന്ന് ചിന്തിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നേരത്തെ ചെയ്ത പ്രോഗ്രാം പോലെ തന്നെ നമ്മുടെ അറേ വരുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട എന്താണ്? അറേയുടെ ഇൻഡെക്സ് സെറ്റ് ചെയ്യും. ഇൻഡെക്സിൽ സെറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണ്? 0 കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് അറേയിലേക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആരെ വേണം? നമുക്ക് ഇൻപുട്ട് ഡിവൈസ് വേണം. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടെസ്റ്റ് ഡിവൈസിൽ ഇട്ടിട്ട് നമ്മൾ ഇൻപുട്ട് ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് നോക്കി. ടെസ്റ്റ് ഡിവൈസ് ഈക്വൽ ടു ജംപ് ഈക്വൽ ആണോ നോക്കി. ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് ടെസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് വൺസ് നമ്മൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അതിൻ്റെ മീനിങ് എന്താണ്? ഈക്വൽ അല്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡിവൈസ് ഈസ് റെഡി ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? റീഡ് ആണോ റൈറ്റ് ആണോ? വി വോണ്ട് ടു ആക്സസ് ദ ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. സോ വി വോണ്ട് ടു പെർഫോം റീഡ് ഡേറ്റ. സോ റീഡ് ഡേറ്റ കൊടുത്തു. എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? ഇൻപുട്ട് ഡിവൈസിൽ നിന്ന്. സോ റീഡ് ഇൻപുട്ട് ഡിവൈസ് കൊടുത്തു. എങ്ങോട്ടാണത് സ്റ്റോർ ആവുന്നത്? അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും ആണല്ലോ. ഈ റീഡ് ചെയ്ത ഓരോ വാല്യൂം നമ്മുടെ അവസാനത്തെ ക്യാരക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഡിവൈസിൽ നിന്ന് എടുത്ത റെക്കോർഡിൻ്റെ അവസാനത്തെ ഡേറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പയർ വിത്ത് നൾ, അതായത് അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും നമ്മുടെ നൾ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യും. നൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ എയിലെ കണ്ടൻറ്റ് 0 ആണോ എന്ന് നോക്കും. ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്താണ്? ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റിലേക്ക് വരും. ഇനി എക്സിറ്റിൽ എന്താ നടക്കുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ഇനി അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യണം. ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് പൊസിഷനിലേക്കാണ്. വെറുതെ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബഫറിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0th ഇൻഡെക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഇൻഡെക്സ് അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യണം. ഇതൊരു എന്ത് ടൈപ്പ് ഓഫ് എന്താണ്? ക്യാരക്ടർ അറേയാണ്. സോ അതിൻ്റെ ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് TIX യൂസ് ചെയ്യാം. എവിടം വരെ നമ്മൾ പോവും? 100 വരെ പോവും. സോ K100 വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്പറേഷൻ, അതായത് ഡിവൈസിനെ സെറ്റ് ചെയ്യുന്നതും വാല്യൂ റീഡ് ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, സോ ഇനി നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത പോർഷൻ, അതായത് നമ്മൾ അറേയുടെ നമ്മൾ ഇൻപുട്ട് ഡിവൈസിനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെക്കോർഡിൻ്റെ ലാസ്റ്റ് എലമെൻറ്റാണ് നമ്മൾ റീഡ് ചെയ്തതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എത്തും. എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങ് റൈറ്റ് ചെയ്തിട്ട് അതായത് നമ്മുടെ കണ്ടൻറ്റ് എടുത്ത് നമ്മുടെ ബഫറിലേക്ക് വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി വന്നാൽ പോരാ, നമുക്ക് ഒരു ഡേറ്റയും കൂടെ നമുക്ക് യൂസറിന് പ്രൊവൈഡ് ചെയ്യണം. എന്താണ്? എത്ര ക്യാരക്ടേഴ്സിനെ നമ്മൾ റീഡ് ചെയ്തു എന്നുള്ള കൗണ്ട്. സോ നമ്മുടെ എക്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണോ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ ലെങ്ത് വാല്യൂ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ കൗണ്ടിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് വി റെഡ് ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എക്സിലുള്ള വാല്യൂ ആരിലേക്ക് സ്റ്റോർ ചെയ്യണം? ലെങ്ത്തിലേക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ദ കണ്ടൻറ്റ് ഇൻ എക്സ് ടു ലെങ്ത് ആണല്ലോ. ആ ഒരൊറ്റ കാര്യം മാത്രം അഡീഷണലി പഠിച്ചിരുന്നാൽ മതി. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് അക്യുമുലേറ്ററിൽ നിന്ന് റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വാല്യൂം കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് നള്ളാണെങ്കിൽ, നള്ളിന് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തിറങ്ങി വരണം. പുറത്തിറങ്ങി വരുന്ന സമയത്ത് എക്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എത്രയാണോ, അതായത് നമ്മൾ അതായിരിക്കും നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് വി റെഡ് ഫ്രം ദ നമ്മുടെ ബഫർ, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് ഡിവൈസിൽ നമ്മൾ റീഡ് ചെയ്ത്, നമ്മുടെ റെക്കോർഡിൽ നമ്മൾ റീഡ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സബ് റൂട്ടീൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഈ സെയിം പ്രോസസ്സ് തന്നെ സിഗ്ബാർ XCയിലും ചെയ്യാം. ഒന്നുമില്ല,
ഇവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വാല്യൂസിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ സബ് റൊട്ടീനാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ RD REC എന്നുള്ള സബ് റൊട്ടീൻ്റെ പേര് കൊടുത്തു, റീഡ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻഡെക്സ് എഡ്ജിനെ സെറ്റ് ചെയ്തു. അവിടെ നമ്മൾ നോർമലി നമുക്കിവിടെ 0 എന്ന് പറയുമ്പോഴേക്കും ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിലേക്ക് നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ അറേയുടെ അവസാനത്തെ ലെറ്റർ അല്ലെങ്കിൽ അവസാനത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 വരെയാണ് പോകേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കുന്ന വാല്യൂ നള്ളാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ വാല്യൂവിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് 0 എന്നുള്ള വാല്യൂ. ആ 0 എന്നുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഏത് രജിസ്റ്ററിലാണ്, എസ്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ തവണ കമ്പയർ ചെയ്യുമ്പോഴേക്കും അക്യുമുലേറ്ററിൽ വരുന്ന വാല്യൂ, ദാറ്റ് ഈസ് നമ്മൾ റീഡ് ചെയ്ത് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്ന വാല്യൂ എവിടെയാണ് വരുന്നത്, അക്യുമുലേറ്ററിലാണ്. ആ വാല്യൂവിനെ നമുക്ക് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, എസ്സുമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, കാര്യം എസ്സിലാണ് നമ്മുടെ നൾ വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ നൾ വാല്യൂ ആണ്, നൾ വാല്യൂവിനെ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഡിവൈസിനെ നമ്മൾ ചെക്ക് ചെയ്യും. ഡിവൈസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിവൈസ് റെഡി അല്ല. നോട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റീഡ് ചെയ്യും ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. എന്നിട്ട് ആ റീഡ് ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഇവിടെ കമ്പയർ ചെയ്യുന്നത് രജിസ്റ്റർ ബേസിസിലാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, A, S കൊടുത്തു. അപ്പം എയും എസ്സൂടെ കമ്പയർ ചെയ്യുവാണ്. എയിലാണ് റീഡ് ചെയ്ത വാല്യൂ, എസ്സിലാണ് നമ്മുടെ നൾ ക്യാരക്ടർ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മുടെ പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് ലെങ്ത് കണ്ടു, ലെങ്ത് എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങി വരാം അല്ലേ. ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യണം, നമ്മുടെ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യണം. ബഫറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റയെ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി റെഡി ആവണം എന്നുണ്ടെങ്കിൽ അറയെ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അറയെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആര് അപ്ഡേറ്റ് ആവണം, ഇൻഡെക്സ് അപ്ഡേറ്റ് ആവണം. ഇൻഡെക്സ് അപ്ഡേറ്റ് ആവണമെങ്കിൽ നമ്മൾ ആരെ വർക്ക് ഓൺ ചെയ്യണം, നമ്മുടെ TIX വർക്ക് ചെയ്യണം. സോ TIXൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണ്, രജിസ്റ്ററുമായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത്. സോ T ആണ് മാക്സിമം ലിമിറ്റ് സ്റ്റോർ ചെയ്തേക്കുന്ന രജിസ്റ്റർ. സോ നമ്മൾ എന്ത് ചെയ്തു, TIXRT കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താണ്, ഈ ഈക്വൽ ആണ്, അതായത് ആറും നമ്മളുടെ കയ്യിലുള്ള എന്താണ് ഇൻക്രിമെൻറ്റഡ് വാല്യൂ ഓഫ് എക്സും നമ്മുടെ വാല്യൂ ആയ ടിയും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പ് ചെയ്യണം. അതായത് നമ്മൾ അടുത്ത എലമെൻറ്റ് എടുക്കണം. ദാറ്റ് ഈസ് ജംപ് ഇഫ് ലെസ് ദാൻ, നമ്മൾ ലെസ് ദാൻ കണ്ടീഷനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലെസ് ദാൻ, അതായത് എക്സിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ടി ആണെങ്കിൽ നമുക്ക് എവിടം വരെയാണ് പോകേണ്ടത്, ടി വരെയാണ് നമുക്ക് പോകേണ്ടത്. എക്സിൻ്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ടി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആർ ലൂപ്പ്, അതായത് ഇതിലേക്കുള്ള ഒരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ആർ ലൂപ്പ് അല്ല കേട്ടോ, ഈ ഒരു ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ആറുന്നൊരു വന്നതായിരിക്കും. സോ JLT ലൂപ്പ് നമ്മൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ലൂപ്പിൽ നമ്മൾ വീണ്ടും പോയി ഡിവൈസിനെ ടെസ്റ്റ് ചെയ്ത് ഡേറ്റ എടുത്ത് അതിനെ കമ്പയർ ചെയ്ത് നമുക്ക് ഒന്നെങ്കിൽ നമ്മളോട് എക്സിറ്റ് ആവും, അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നെക്സ്റ്റ് എലമെൻറ്റിനെ എടുക്കുന്ന ഇൻഡെക്സിൻ്റെ അപ്ഡേഷൻസ് ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ വൺസ് നമ്മൾ റെക്കോർഡിൻ്റെ എൻഡ് ആയെങ്കിൽ, അതായത് 0 നൾ ക്യാരക്ടർ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ നൾ ക്യാരക്ടറിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്ഡേറ്റഡ് വാല്യൂ ഓഫ് എക്സ് എത്രയാണോ അതായിരിക്കും നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് വി റെഡ് ഫ്രം ദ റെക്കോർഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൗണ്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും, എക്സിൽ നിന്ന് കിട്ടും. ആ എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, ലെങ്ത് എന്നുള്ള വേരിയബിളാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് ബാക്ക് ചെയ്യേണ്ടത്. കാര്യം ഇത് നമ്മൾ റീഡ് ചെയ്യുന്ന ലെങ്ത് എന്നുള്ള വേരിയബിളാണെന്ന് അവർ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളതിനെ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തു, ലെങ്ത്തിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ആൻഡ് ഫൈനലി വി ആർ എൻഡിങ് അപ്പ് ദിസ് സബ് റൂട്ടീൻ. അപ്പോൾ ഇത്രയാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ലെങ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ വേണ്ടി വരും, നമുക്കൊരു അറേ വേണ്ടി വരും, പിന്നെ നമ്മുടെ ഇൻപുട്ട് ഡിവൈസിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് INDV എന്നുള്ളൊരു പേരും, അതേപോലെ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻപുട്ട് ഡിവൈസിൻ്റെ പേരാണ്. ഇൻപുട്ട് ഡിവൈസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്, F1. ദിസ് ഈസ് ദ ഡിവൈസ് വിച്ച് വി ആർ ഗോയിങ് ടു റീഡ്, ഫ്രം വെയർ വി ആർ ഗോയിങ് ടു റീഡ് ദ ഡേറ്റ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഈ പ്രോഗ്രാംസ് എല്ലാം ഒരേപോലെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ.